നമസ്കാരം. അപ്പൊ ചുമ്മാ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. അതെന്താണ് ചുമ്മാ ചെറിയ വീഡിയോ എന്ന് കാണണ്ടേ? അതായത് എനിക്കിപ്പോ റീസെന്റ് ആയിട്ട് കിട്ടിയ കുറച്ച് ഗിഫ്റ്റുകള്, പിന്നെ ഞാൻ മേടിച്ച കുറച്ച് സാധനങ്ങള്. നമ്മളെവിടെയായിരുന്നു? മഹാബലേശ്വരില് കർല കേവ്സിൽ പോയപ്പം കുറച്ച് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ഷോപ്പിംഗ് ആയിരുന്നു. അപ്പം ഞാൻ ഷോപ്പ് ചെയ്യാന്ന് പറയുമ്പോഴേ ആലോചിച്ചോണം, മോസ്റ്റ് പ്രോബബ്ലി അത് ജ്വല്ലറീസ് ആയിരിക്കും. അപ്പം എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് മുക്കാലും ജ്വല്ലറീസ് തന്നെയാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ മനസ്സ് നന്നായിട്ട് അറിയാം. അപ്പൊ ജ്വല്ലറീസ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കപ്പുകളോടാണ് ഫീസ്. കപ്പ്, കുപ്പി, ഗ്ലാസ്, അതൊക്കെ ഭയങ്കര പ്രാന്താണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വിചാരം ഈ കമ്മലുകള് അല്ലെങ്കിൽ ഈ കപ്പുകളൊക്കെ ഇത്രയും ഗിഫ്റ്റ് കിട്ടി കഴിയുമ്പോഴത്തേനും എൻ്റെ ആർത്തി തീരുമെന്നാണ്. ആക്ച്വലി അങ്ങനെയല്ല. എനിക്ക് എത്ര കിട്ടിയാലും മതി വരത്തില്ല. അങ്ങനെയാണ്, അതങ്ങനെ ആയിപ്പോയി അതിൻ്റെ ഒരു സ്റ്റോറി. സോ ഞാൻ അപ്പൊ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഞാൻ അപ്പൊ ഇത് പുതിയതായിട്ട് ഉള്ള ഈ സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഞാൻ ഈ കപ്പ് കാണിക്കട്ടോ. ഇതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് റാഷി ഫേസ്ബുക്കിൽ നിന്ന് എന്തോ എൻ്റെ ഈ ഫോട്ടോ കേട്ടോ, ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ ഈ കപ്പിൾ ഫോട്ടോ എടുത്ത് അത് കപ്പിൽ പ്രിന്റ് ചെയ്ത്. ഇപ്പൊ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സാധനം, ഒരു ഗിഫ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടും ഇല്ല. അപ്പം ഞങ്ങൾക്കിത് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇപ്പൊ രാവിലെയും വൈകിട്ടും ഞങ്ങൾ ചായയോ കാപ്പിയോ എന്ത് കുടിക്കുകയാണെങ്കിലും ഞങ്ങൾ ഈ ഒരു കപ്പിലാണ് കുടിക്കുന്നത്. ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു കപ്പാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു പരിപാടി. ഇതാണ് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ വളരെ കുഞ്ഞിലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇതുപോലെ എൻ്റെ പുതിയ കിട്ടിയ സാധനങ്ങളൊക്കെ കാണിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതിലൊക്കെ എന്താ ഇത്ര, പക്ഷെ എനിക്ക് ഇതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക, പ്രാണനായ സാധനങ്ങളാണ്. സോ അപ്പം എനിക്ക് പുതിയ സാധനങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വെറുതെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ കമ്മലിലോട്ട് പോകും കേട്ടോ. അപ്പം ഇതെന്ന് വെച്ചാൽ ഞാൻ മഹാബലേശ്വരി പോയപ്പോഴ് ഞാനിപ്പം ഇട്ടുകൊണ്ടിരിക്കുന്ന കമ്മൽ ഇതാണ് കേട്ടോ. ഈ ഒരു ജിമിക്കയാണ്, അടിപൊളി ജിമിക്കയാണ്. ഇതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പം ആര്യ കൊണ്ട് ഇതുപോലത്തെ ഒരെണ്ണം തന്നു കേട്ടോ. ഇതും ആര്യ തന്നത്. അപ്പം ആര്യ തന്ന ഉടനെ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ വെയിറ്റ് ഉള്ളതൊന്നും ഇടാറില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഒരു സൗന്ദര്യവും ഭംഗിയും കാരണം ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് ഷിഹാസ് തന്ന ലേറ്റസ്റ്റ് മോഡൽ കമ്മലാണ് കേട്ടോ. ഒരു 3D പോലൊക്കെ ഇരിക്കും ഈ കമ്മലുകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതാണെങ്കിൽ ഒരു കല്ലാണ്. എനിക്ക് കല്ല് വെച്ച സാധനങ്ങളോടെല്ലാം പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കാം. അത് ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നില്ല. ഞാൻ ഒന്നിങ്ങനെ ഇതാക്കി ചെയ്യാം. കണ്ടോ ഇങ്ങനെ പോലത്തെ കമ്മൽ കേട്ടോ. ഇനിയുണ്ട് മേടിച്ച കുറച്ച് സാധനം. ഇതൊരു ചോക്കറാണ് കേട്ടോ. നമുക്ക് സാരിയുടെ കൂടെ ഇടാൻ പറ്റിയ ഒരു കിടിലം. ഇത് ഞാൻ മേടിച്ചതാണ് മഹാബലേശ്വരി. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പം അതിലൊന്നാണ് സാരിയുടെ കൂട്ടത്തിൽ ഈ ചോക്കർ. ഇതൊരു നെക്ലേസ് പീസാണ് കേട്ടോ. ഇതെല്ലാം സാരിയുടെ കൂട്ടത്തിൽ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കാണുന്നത്. കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഇനി ഏതെങ്കിലുമൊക്കെ ഒക്കേഷനിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. സോ പ്രിറ്റി നെക്ലേസ് പീസാണ്. ഇത് ഭയങ്കര സൂപ്പർ ഇത് പേളാണ്. പിന്നെ എനിക്ക് ഈ സ്റ്റോണുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാട്ടോ. ഞാൻ ഇതുകൂടെ കാണിച്ചു. നാഗവല്ലിയുടെ ആഭരണങ്ങൾ കാണിക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ പുതിയ സാധനങ്ങളൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി വേസ് കണ്ടോ, നല്ല രസമല്ലേ? അതൊരു മോതിരം മേടിച്ചാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അവിടെ മോതിരം ഒന്നും ചേരുന്നില്ലായിരുന്നു, എല്ലാം ഭയങ്കര ലൂസായിരുന്നു. ഞാനപ്പോൾ ചേട്ടന് ഒരു മോതിരം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഒരു മോതിരം മേടിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടനുള്ളത് കല്ലൊന്നുമല്ല, വേറൊരു ടൈപ്പായിരുന്നു കേട്ടോ. ഇതെനിക്ക് കുറച്ച് ലൂസാണ്, എന്നാൽ പോലും എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇത് മേടിച്ചു. കാരണം ഞാൻ എൻ്റെ വീഡിയോയുടെ എൻഡ് ചെയ്യാൻ നിങ്ങൾക്കില്ലെങ്കിൽ ബോറടിക്കുന്നത്. കാരണം ഇപ്പം തന്നെ ബോറടിച്ചോ എനിക്കറിയില്ല. ആർക്കെങ്കിലും എൻ്റെ കളക്ഷൻ ഈ കപ്പുകൾ കാണണമെങ്കിൽ നിങ്ങൾ കമൻസ് ഇട്ടാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ വർഷങ്ങളെന്നല്ല, എനിക്കിങ്ങനെ പൊടി ഉള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ
സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ മിക്കത് ഞാൻ എൻ്റെ അമ്മയുടെ അടിച്ചു മാറ്റിയതാണ്, പാവ അമ്മ. അപ്പം അങ്ങനെ അടിച്ചു മാറ്റിയ സാധനങ്ങൾ, പിന്നെ ഞാൻ അല്ലാണ്ട് വാങ്ങിച്ച സാധനങ്ങൾ, അങ്ങനെ കപ്പുകൾ കേട്ടോ. അപ്പം ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ വേറെ ഇടാം. പിന്നെ വീഡിയോ ഇഷ്ടമായി. ബൈ. അത് ആക്ച്വലി ഫോട്ടോസ് ഷോ ഈ ഒരു കമ്മൽ കേട്ടോ, ഭയങ്കര പ്രത്യേകമാണ് ഒരു കമ്മൽ. സിമ്പിളാണ്, അതിന് വെയിറ്റ് ഒന്നുമില്ല, കല്ലൊക്കെ ഉള്ളൊരു കമ്മൽ, പിങ്ക് കളർ. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് അച്ഛനാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത കമ്മലാണ്. അത് വേറെ കമ്മലുകളൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി, പക്ഷെ ദിസ് ഈസ് മൈ ഫേവറേറ്റ് കമ്മൽ. സോ ഞാനത്, വേറെ ഒരു വെള്ളപ്പൂ പോലത്തെ ഒരു കമ്മലുണ്ട് കേട്ടോ, അത് സൂപ്പർ. ഈ ഒരു ഇതിങ്ങനെ ചുരുണ്ടിരിക്കുന്നു. അപ്പം ഈ ഒരു കമ്മലൂടെ കാണിക്കാൻ വിചാരിച്ചു. പറ്റീന, പക്ഷെ ഇതിന് ഈ ക്യാമറ കൂടെ എത്രമാത്രം എൻ്റെ ഭംഗി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. To show you my gifted books. Recently I got a lot of gifted books, so ഞാൻ അതുകൂടെ കണ്ടു. ഞാൻ ഉണ്ടായിരുന്നൊരിടം ശ്രീലാൽ ശ്രീലയം, വേദിറക്കങ്ങൾ ശ്രീലാൽ ശ്രീലയം, കൂനിക്കൽ സംഗീതമോഹിനി, ആൺകടൽ, മാളം. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ്. ഓൾറെഡി ഞാനിത് വായിച്ചിട്ടുള്ളതാണ്, ഇപ്പോൾ വീണ്ടും വായിക്കുകയാണ് കേട്ടോ. ഇക്കിഗായ്, ഓ മൈ ഗോഡ്, ഐ വിൽ ഡെഫിനറ്റ്ലി ഈ ഇക്കിഗായ് ഞാൻ വായിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇക്കിഗായെ കുറിച്ച് ഞാൻ ഉറപ്പായിട്ടും ഒരു വീഡിയോ ഞാൻ ചെയ്യും കേട്ടോ. ഇക്കിഗായ്, പിന്നെ ഗെയിംസ് പ്ലേ, അത് ഞാൻ ഓൾറെഡി വായിച്ചു കഴിഞ്ഞാണ്. അയ്യോ, ഞാൻ പൊട്ടൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഷിഹാസിൻ്റെ, എൻ്റെ ഫ്രണ്ട് ഷിഹാസിൻ്റെ ബുക്കാണ് കേട്ടോ, ബാപ്പയുടെയും മോൻ്റെയും പ്രണയം എന്ന് പറഞ്ഞിട്ട് ബുക്ക്. പിന്നെ ഇത് ഇന്ദിരാ കൃഷ്ണൻ്റെ കവിതകൾ എന്ന് പറഞ്ഞിട്ട്, ഇത് ഞാൻ മുക്കാൽ വായിച്ചിട്ടുള്ളൂ. ഫുൾ വായിച്ചു കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ഇടും കേട്ടോ. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ആ ഒരു ബുക്ക്. അപ്പം അങ്ങനെ ഇക്കിഗായുടെ ഒരു റിവ്യൂ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും കേട്ടോ. എൻ്റെ ജ്വല്ലറീസൊക്കെ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത് കുഞ്ഞു പെട്ടിയാണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ പെട്ടി. മേടിച്ചിരിക്കുന്ന വേറൊരു പെട്ടിയാണ്. ഇതിൽ ഞാൻ വെച്ചിരിക്കുന്നത് ബുക്സാണ്. ബുക്സും ടാബും എല്ലാം ഇതിനകത്താണ് കേട്ടോ. നല്ല രസമല്ലേ ആക്ച്വലി. ഇത് ഞാൻ ലോണാവലെ പോയപ്പോൾ വാങ്ങിച്ച ഒരു ക്യൂട്ട് ക്ലോക്കാണ് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പം ഞാൻ അലാമൊക്കെ വെക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വാങ്ങിച്ചാണ്. ഇതിന് അലാം വെക്കാൻ പറ്റില്ലായിരുന്നു, ബട്ട് സ്റ്റിൽ അത് മേടിച്ചു. പിന്നെ കുഞ്ഞിനും കിട്ടിയായിരുന്നു കേട്ടോ ഗിഫ്റ്റഡ് ബുക്സ്. എൻ്റെ ഫ്രണ്ട് നിമ്മിയാണ് ബുക്കെല്ലാം ഗിഫ്റ്റ് ചെയ്തത്. അപ്പോൾ അവൾ എനിക്കും ഗിഫ്റ്റ് ചെയ്തു, കുഞ്ഞിനും ഗിഫ്റ്റ് ചെയ്തു ബുക്സൊക്കെ കേട്ടോ.